നമസ്കാരം. രോഹിണി നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലമാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷത്തിൽ സംഭവിക്കാവുന്നതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ അറിയാം. ഏവരും ഓം നമഃ ശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ 2-ൽ വ്യാഴവും 13-ൽ ശനിയും 4-ൽ കേതുവും നിൽക്കുന്നതായ സമയമാണ്. തന്മൂലം ഒരു ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കും എന്ന് നോക്കാം. പറയുന്നത് പൊതുഫലപ്രകാരം മാത്രമാണ്. അതിനാൽ ജാതക പ്രകാരം ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാം. സാമ്പത്തിക കാര്യങ്ങളിൽ വ്യക്തമായി തന്നെ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കുന്നതായ ഒരു സമയമായി മാറാം. ബുദ്ധി തെളിയുന്നതായ സമയം. ബുദ്ധി വൈഭവത്തോടെ കാര്യങ്ങളെ മുന്നോട്ട് നീക്കുവാൻ സാധിക്കുന്നതായ ഒരു സമയം തന്നെയാകുന്നു. സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി ദൃശ്യമാകുന്നതായ ഒരു സമയമാകുന്നു. സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന ഒരു സമയം തന്നെയാണ്. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതായ ഒരു സമയമാണ്. കർമ്മരംഗത്ത് ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ അത് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും തിരിച്ചടിയായി മാറാവുന്നതുമാണ്. പ്രത്യേകിച്ചുമായി വന്നു ചേരേണ്ടതായ സാമ്പത്തിക പുരോഗതി, ഉന്നതി അതിന് തടസ്സം നിൽക്കും എന്നുള്ളതാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾ ഏതൊരു തൊഴിൽ ചെയ്യുകയാണ് എങ്കിലും അതിൽ ഉറച്ചു നിൽക്കേണ്ടത് അനിവാര്യമാണ്. അത്തരം കാര്യങ്ങളിൽ ശ്രമം വേണം. ഒരിക്കലും മറ്റൊരു തൊഴിൽ അത്തരത്തിൽ ചിന്തിച്ച് പല കാര്യങ്ങളിലേക്ക് മാറുകയും അവസാനം അത് നിങ്ങൾക്ക് വിനയായി തീരുകയും ചെയ്യാം. തൊഴിൽ മാറണം എങ്കിൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ തൊഴിൽ മാറുവാൻ പാടൂ. പ്രാർത്ഥന ഉണ്ടാകേണ്ടതായ ഒരു സമയം തന്നെയാകുന്നു. കാരണം ഈശ്വരാധീനം വളരെയധികം വർദ്ധിപ്പിക്കേണ്ടതായ ഒരു സമയം തന്നെയാകുന്നു. വാക്കുകളിലൂടെ പോലും സാമ്പത്തിക ലാഭം നേടിയെടുക്കുവാൻ സാധിക്കുന്ന സമയമാണ്. കാരണം ധനപരമായ നേട്ടങ്ങൾക്കുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ മൂലം സംഭവിക്കാവുന്നതാണ്. കുടുംബ സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തർക്കങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ ഒരല്പം കൂടുതലാകുന്നു. എന്നാൽ നിങ്ങൾക്ക് തന്നെ അതെല്ലാം അനായാസം പരിഹരിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്ന് ചേരാവുന്നതുമാണ്. അതിനാൽ ഇത്തരം കാര്യങ്ങളിൽ പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുക്കാതെ ശ്രദ്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായ ഒരു വർഷം തന്നെയാകുന്നു. രോഗദുരിതങ്ങൾ ഉണ്ടാകും എങ്കിലും അത് ക്രമേണ അല്ലെങ്കിൽ പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ കുറവായിരിക്കും എന്നുള്ളതാണ്. കൂടാതെ കിട്ടാത്തതായ പണം, നിങ്ങൾ വളരെയധികം ശ്രമിച്ചിട്ടും ലഭിക്കാത്തതായ പണം ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നതായ സമയമാണ്. അത് കൈവായ്പയാകാം, അല്ലെങ്കിൽ ലഭിക്കേണ്ടതായ മറ്റ് ധനസ്രോതസ്സുകളിൽ നിന്നുള്ള ധനമാകാം, അല്ലെങ്കിൽ ലോൺ പോലുള്ള ചിട്ടി പോലുള്ള കാര്യങ്ങളുമാകാം. അത്തരം കാര്യങ്ങൾ ലഭിക്കാവുന്ന ഒരു വർഷം തന്നെയാകുന്നു. സ്കോളർഷിപ്പ് പോലുള്ള കാര്യങ്ങൾ ലഭിക്കാവുന്ന ഒരു വർഷമായി തന്നെ മാറാം. എന്നാൽ ഈ സമയം വലിയ ചെലവുകൾ അല്ലെങ്കിൽ ചെലവ് അല്പം അധികരിക്കുവാനുള്ള സാധ്യതകളുണ്ട്. പല കാര്യങ്ങളിലും പ്രതീക്ഷിക്കാതെ ചെലവുകൾ കടന്നു വരിക അത് ധനപരമായ കാര്യങ്ങളിൽ ചില പ്രതിസന്ധികൾക്ക് കാരണമായി തീർന്നു എന്ന് വരാം. മത്സര പരീക്ഷകളിൽ, അഭിമുഖങ്ങളിൽ ഉന്നതമായ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്ന ഒരു വർഷമായി തന്നെ മാറാം. ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് പഠനം തിരഞ്ഞെടുത്താലും, അത് ഉന്നതമായ പഠനം തിരഞ്ഞെടുത്താലും അതിൽ വിജയങ്ങൾ അല്ലെങ്കിൽ മേൽക്കോയ്മ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു വർഷമായി തന്നെ മാറാം. നിങ്ങൾക്ക് വ്യക്തമായ കഴിവുകളുണ്ട്. അത് പലപ്പോഴും മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്ന് തന്നെ പരാമർശിക്കാം. എന്നാൽ നിങ്ങൾക്ക് ആ കഴിവിനാൽ വലിയ നേട്ടങ്ങൾ തന്നെ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന ഒരു വർഷമായി തന്നെ മാറാം. കഴിവുകളാൽ ഉയർച്ച വന്നു ചേരുന്ന സമയമാകുന്നു. ആരോഗ്യപരമായ ഉയർച്ച വന്നു ചേരാം. ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ നിന്നും അല്പം ഉയർച്ച വന്ന് ചേരാവുന്ന ഒരു സമയമായി തന്നെ മാറും. സൽക്കർമ്മ ഭാഗ്യം ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയമാകുന്നു. സൽക്കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. അടഞ്ഞിരിക്കുന്നതായ വാതിലുകൾ, അതായത് പലവിധ തർക്കങ്ങളാലോ തടസ്സങ്ങളാലോ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ കാര്യങ്ങൾ
അടഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ തടസ്സങ്ങളാൽ മറഞ്ഞിരിക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് മുൻപിൽ തുറക്കാം. പല കാര്യങ്ങളിലും ഇത്തരത്തിൽ പുതിയ അവസരങ്ങളായി ഇത്തരം കാര്യങ്ങൾ വന്നു ചേരാം. എന്നാൽ ഈ സമയം അപവാദം, മാനഹാനി തുടങ്ങിയ കാര്യങ്ങൾ കേൾക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങളിൽ പ്രത്യേകമായ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഇനി പരാമർശിക്കാനായി പോകുന്നത് ഈ വർഷത്തിലെ ഓരോ മാസത്തിലും നിങ്ങൾക്ക് സംഭവിക്കാവുന്നതായ കാര്യങ്ങളെക്കുറിച്ചാണ്. ചിങ്ങമാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മനസ്വസ്ഥത, ദുഃഖങ്ങൾ അല്പം വന്നു ചേരാം. എന്നാൽ രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ, ധനപരമായ നേട്ടങ്ങളിലേക്ക് നയിക്കാവുന്നതായ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. കന്നിമാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ബന്ധുവിരോധം വന്നു ചേരുക, ആരോഗ്യപരമായ കാര്യങ്ങളിൽ അല്പം പ്രശ്നങ്ങൾ വന്നു ചേരുക, അല്ലെങ്കിൽ രോഗദുരിതങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. എന്നാൽ ധനപരമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ തൊഴിൽപരമായ കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകണം എന്നില്ല. അത്തരം കാര്യങ്ങൾ അനുകൂലമായി തന്നെ ഭവിക്കാം. തുലാമാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നേത്രരോഗം, ശത്രുദോഷം തുടങ്ങിയ കാര്യങ്ങൾ ബാധിക്കാവുന്നതായ ഒരു സമയം തന്നെയാക്കുന്നു. വൃശ്ചിക മാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കാര്യസിദ്ധി, വിജയങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. അഭീഷ്ടസിദ്ധി പോലും വന്നു ചേരാവുന്ന ഒരു മാസമായി തന്നെ പരാമർശിക്കാം. ധനുമാസത്തിൽ രോഗദുരിതങ്ങൾ വന്നു ചേരാം. പ്രത്യേകിച്ചും ഉദര രോഗങ്ങൾ വന്നു ചേരാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. മനപ്രയാസങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാവുന്ന അല്ലെങ്കിൽ വർദ്ധിക്കാവുന്ന ഒരു മാസം തന്നെയാകുന്നു. മകരമാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ രോഗദുരിതങ്ങൾ, ധനനഷ്ടം, അതായത് രോഗങ്ങളാൽ ധനനഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനപരമായ ചെലവ് വർദ്ധിക്കാവുന്ന ഒരു സമയം തന്നെയാകുന്നു. കുംഭം രാശിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കാര്യസിദ്ധി വന്നു ചേരാവുന്ന സമയമാണ്. രോഗശാന്തി സംഭവിക്കാവുന്നതായ ഒരു വർഷം തന്നെയായി മാറാം. മീനമാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കീർത്തി, ധനലാഭം അപ്രതീക്ഷിതമായാണ് എങ്കിലും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സമയം തന്നെയാകുന്നു. മേടമാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ തടസ്സങ്ങൾ തരണം ചെയ്യാനും കച്ചവട നഷ്ടങ്ങളെ ഒരു പരിധിവരെ ഒഴിവാക്കുവാനും സാധിക്കും. ധനപരമായ നേട്ടങ്ങളിലേക്ക് നയിക്കുവാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. ഇടവമാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മനക്ലേശങ്ങൾ സംഭവിക്കാം, യാത്രാ ദുരിതങ്ങൾ സംഭവിക്കാം. ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനനഷ്ടങ്ങൾ സംഭവിക്കാം. എന്നാൽ ചെയ്യുന്ന പ്രവൃത്തികളിൽ ധനലാഭം വന്നു ചേരാം. തൊഴിൽപരമായോ ബിസിനസ് പരമായോ അത്തരം കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം തന്നെയാകുന്നു. കൂടാതെ ഈ സമയം മിഥുനമാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വാക്കുദോഷം വന്നു ചേരുക, ധനനഷ്ടം സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതായ ഒരു മാസം തന്നെയാകുന്നു. കർക്കിടക മാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പ്രശസ്തി, സ്ഥാനലബ്ധി, കാര്യവിജയങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുന്ന ഒരു സമയമായി തന്നെ മാറാവുന്നതുമാണ്. പരിഹാരമായി നിങ്ങൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ മാസം, അതായത് ഓരോ മാസത്തിലും സംഭവിക്കുന്നതായ ദുരിതപൂർണമായ അവസ്ഥകൾക്ക് മാറ്റങ്ങൾ സംഭവിക്കാനും ഈ വർഷം തന്നെ കൂടുതൽ അനുകൂലമായി തീരുവാനും ചെയ്യേണ്ടതായ ആ വഴിപാടുകളെ കുറിച്ച് മനസ്സിലാക്കാം. രാഹുവിന് സാധിക്കുന്നതായ വഴിപാട് നിങ്ങൾ നടത്തണം. ശത്രു സംഹാര പുഷ്പാഞ്ജലി എല്ലാ മാസവും ശിവക്ഷേത്രത്തിൽ നിങ്ങളുടെ ജന്മ നക്ഷത്ര ദിവസം തന്നെ നടത്തുക. നിത്യവും പ്രാർത്ഥിക്കേണ്ടതും ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ടതും അനിവാര്യമാകുന്നു. എന്നാൽ പ്രഥമമായും നിങ്ങൾ ചെയ്യേണ്ടതായ ഒരു കാര്യം കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നുള്ളതാണ്. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോകേണ്ടതായ ഒരു വർഷം തന്നെയാണ് ഇത്. സാധിക്കുമെങ്കിൽ ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ ദർശനം നടത്തുവാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ സാധിക്കുമ്പോഴാണ് എങ്കിലും ദർശനം നടത്തേണ്ടതായിട്ടുണ്ട്. വർഷത്തിൽ 2 തവണയെങ്കിലും ചുരുങ്ങിയത് ദർശനം നടത്തുന്നത് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കാം. ഈ മാസങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുവാൻ, അഥവാ ഈ വർഷം തന്നെ അനുകൂലമാക്കി തീർക്കുവാൻ ഈ കാര്യങ്ങളിൽ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധ പുലർത്തണം.